ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കുകയാണ്. ഓരോ തവണയും ഞാൻ കാണിക്കുന്ന ഓരോരോ മെഷർമെൻറ്റ്സിലുള്ളതാണ്, ഓരോരുത്തരുടെയാണ്, പല അളവുകളിലുള്ള ചുരിദാറാണ്. അപ്പം നമ്മളിത് തയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഡിസൈനുള്ളത് നമ്മൾ ആദ്യം അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് കൈക്കൊക്കെ തുണി കിട്ടത്തില്ല. ഇത് അഴിച്ചു ഇട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അത് തുണിയിലുള്ള എംബ്രോയ്ഡറി അല്ല, ഇത് വേറെ ഡിസൈൻ വാങ്ങിച്ചിട്ട് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് അഴിച്ചു മാറ്റാം. അഴിച്ചു മാറ്റുമ്പം വലിച്ചു പറിച്ച് അഴിക്കരുത്, വളരെ കെയർഫുള്ളായിട്ട് അഴിക്കണം. അങ്ങനെ അഴിച്ചു മാറ്റിയതാണിത്. അഴിച്ചു മാറ്റി നമ്മൾ എന്നിട്ട് നമ്മുടെ തുണി ആവശ്യത്തിനനുസരിച്ച് കൈ കൂടെ കിട്ടത്തക്ക രീതി ഒരു സൈഡ് ചേർത്ത് മടക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടും. ഓക്കെ, അങ്ങനെ അഴിച്ചു മാറ്റി താഴെ ഇതുപോലെ പടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അഴിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് സെൻട്രലായിട്ട് അവർ പടി വേണമെങ്കിൽ അഴിച്ചു മാറ്റാം. ഞാൻ അഴിച്ചു മാറ്റുന്നില്ല, കാരണം പിന്നെയും വെച്ച് തയ്ക്കണ്ടല്ലോ. ഈ ലൈനിങ് ഉള്ളൊരു ചുരിദാറാണ്. 39 ചെസ്റ്റ് അളവിലുള്ള ഒരു ചുരിദാറിൻ്റെ മെഷർമെൻറ്റ്സാണ് ഈ കാണിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ്, ഓരോരോ അളവാണ് വേണ്ടത്. അപ്പം നമുക്കിതിൻ്റെ ലെന്തെന്ന് പറയുന്നത് 44 ഇഞ്ച് മതി തയ്ച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഒരു 2 ഇഞ്ച് കൂടെ ഞാൻ അഡീഷണൽ ഇട്ട് 1.5 ഇഞ്ച് ഇട്ടാൽ മതി, ധാരാളം. പിന്നെ ഷോൾഡർ എന്ന് പറയുന്നത് 6 ഇഞ്ച് 6 ഇഞ്ച് വൺ സൈഡാണ് എടുക്കുന്നത്. അല്ല, മൊത്തം ഷോൾഡർ എന്ന് പറയുമ്പോൾ 12 വരും. അതല്ലാതെ നമ്മൾ 6 ഇഞ്ചാണ് ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെഷർമെൻറ്റ് താഴ്ഭാഗത്തൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ വെച്ച് നമ്മളത് ലൈൻ വരയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതുപോലെ നമ്മൾ മെഷർമെൻറ്റ് താഴെ നിന്നാണ് എടുത്തത്. താഴെ നിന്ന് എടുക്കുക, മേളിൽ അത്രയും ഭാഗം ബാക്കി തുണി. ഞാൻ ഈ ഫ്രണ്ട് പാർട്ട് മാത്രം ആദ്യം വെട്ടുന്നത്. പിന്നെ കൈക്കുഴി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. കൈക്കുഴി 7 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. അത് ഒരു സ്കെയിൽ വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വീഡിയോയെ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 10 ഇഞ്ച് മതി നമുക്ക് തയ്ച്ച് കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇടുകയാണ് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. 2 ഇടുന്നവരുണ്ട്, 1.5 ഇടുന്നുണ്ട്. എനിക്ക് ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ 1 ഇഞ്ചേ ഇടാറുള്ളൂ. അതിൽ കൂടുതൽ ഇട്ടാൽ ഇനി ഇടുപ്പിൻ്റെ അവിടുത്തെ എന്താണ് നമ്മൾ അത് 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ആര കാണിച്ചിരിക്കുന്നില്ലേ, അവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലൈൻ കൊടുത്തു. അതിനുശേഷം എൻ്റെ അളവെന്ന് പറയുന്നത് 9 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത്. 9 ഇഞ്ച് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് കിട്ടേണ്ടതും 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമായിട്ടാണ് ഇടുന്നത്. കണ്ടോ? പിന്നെ നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ ലെന്ത് എടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 20 ഇഞ്ചാണ് താഴത്തെ. അവിടുത്തെ വീതി എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് വണ്ണവും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആണ്. താഴോട്ട് വരുന്നത് സ്ലിറ്റുള്ള ഒരു ചുരിദാർ ആയതുകൊണ്ട് തന്നെ ഇത് താഴോട്ട് വരുമ്പോഴും 1 ഇഞ്ചായിട്ട് ഈ തയ്യൽ തുമ്പിൻ്റെ അളവിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. മേളിൽ ഇടുന്ന അളവ് തന്നെ ഇടുകയില്ല. ഞാൻ സാധാരണ മേളിൽ നിന്ന് തുടങ്ങിയ താഴെ വരെ 1 ഇഞ്ചായിടാണ് എനിക്കൊക്കെ തയ്ക്കുമ്പം. ഇതിപ്പം നമ്മൾ കൈക്കുഴി എടുക്കുമ്പോൾ ഫ്രണ്ടിനൊക്കെ ആയതുകൊണ്ട് 1 ഇഞ്ച് അകലം ഇട്ടാൽ മതി. അല്ല, സാധാരണ മറ്റുള്ളതാണെങ്കിൽ 1.5 ഇഞ്ച് ഇടും. ബാക്ക് ഭാഗം വെട്ടുന്നെങ്കിൽ 1.5 ഇഞ്ച് ഇടും. ഷോൾഡറിൻ്റെ അവിടെ ചരിച്ച് വെട്ടാനായിട്ട് നമ്മൾ 1/2 ഇഞ്ചോളം ഷോൾഡറിൻ്റെ അവിടെ ചരിച്ച് വെട്ടുന്നുണ്ട്. അന്നേരം അത് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇങ്ങനെ ഷോൾഡർ ഇറങ്ങിയൊന്നും പോവുകയല്ലേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനോട് കൂടെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കണമെന്നാണ് എനേബിൾ ചെയ്തേക്കണേ. എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടി ഇന്ന് വീഡിയോ അടുപ്പിച്ച് കാണിച്ചു തരാം, അതിൻ്റെ അളവുകളും പറഞ്ഞു തരാമേ. ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പറയുന്നത് നമ്മൾ മൊത്തം ലെന്ത് എടുത്തിരിക്കുന്നത് 54-ഉം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ചും കൈക്കുഴി വെട്ടിയിരിക്കുന്നത് 7 ഇഞ്ചുമാണ്. അപ്പോൾ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 6 ഇഞ്ചാണ്. ചെസ്റ്റിൻ്റെ
അതൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചതിന് ശേഷമാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുക്കും. ചെസ്റ്റിൻ്റെ അളവ് ആ കൈക്കുഴി ഇവിടെ മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് 10 ഇഞ്ചും അതോടൊപ്പം തന്നെ 2 ഇഞ്ചും തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ടാണ് ഇവിടെ വെട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ നമ്മൾ താഴോട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 14 ഇടുപ്പിൻ്റെ ഇവിടെ ഭാഗമാണ്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 9 ഇഞ്ച് വണ്ണവും പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. മുകളിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്, താഴെ 1.5 ഇഞ്ചും. പിന്നെ വീണ്ടും നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ വന്നിട്ട് താഴോട്ട് ഹിപ്പിൻ്റെ അവിടെ വേസ്റ്റ് ഭാഗത്തിൻ്റെ അവിടെ വരുന്നുണ്ട്. അവിടെ എടുത്തിരിക്കുന്ന ഇറക്കം എന്ന് പറഞ്ഞാൽ 20 ഇഞ്ച്. അവിടുന്ന് വീതി എന്ന് പറയുന്നത് അതിൻ്റെ വിട്ടെന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ എടുത്തത് 12 ഇഞ്ചും അതോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടാണ് ഇതിന് വെട്ടിയിരിക്കുക. അതേ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു 1/2 ഇഞ്ച് മാത്രം താഴേക്ക് വരുന്നുണ്ടെങ്കിൽ കൂട്ടിയാൽ മതി. അതിൽ കൂടുതൽ ചരിച്ച് കൂട്ടിയാൽ നമ്മൾ സ്ലിറ്റ് മടക്കി തയ്ക്കുമ്പോൾ അത് ഒരുമാതിരി ചുളിവ് വീഴും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് തയ്ക്കുകയാണ്. ഇത് ഇപ്പം കണ്ടല്ലോ, മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇത് ഫ്രണ്ട് പോർഷനാണ്. നമ്മൾ കൈക്കുഴി വെട്ടാനായിട്ട് ഫ്രണ്ട് പോർഷൻ 1 ഇഞ്ചും മറ്റേ ബാക്ക് സൈഡ് വെട്ടുമ്പോൾ 1.5 ഇഞ്ചുമായിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അത് മറ്റേ സൈഡിൽ വെട്ടാനായിട്ടുള്ളതാണ്. ഇത് ലൈനിങ് വെച്ച് ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ഓൾറെഡി ഞാൻ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതേപോലെ തന്നെ വെട്ടി എടുത്തത്. ഈ ലൈനിങ് എടുക്കുമ്പോൾ ലൈനിങ് എപ്പോഴും നമ്മുടെ ഈ ഒറിജിനൽ തുണിയിൽ നിന്ന് ഒരു 4 ഇഞ്ചെങ്കിലും കുറച്ച് വെട്ടിയാൽ മതി. എന്നിട്ട് കുറഞ്ഞത് ഒരു 2 ഇഞ്ചെങ്കിലും കുറച്ച് വെട്ടിയാൽ മതി. ഞാൻ സാധാരണ 4 ഇഞ്ചാണ് വെട്ടുന്നത്. ഇപ്പം നമ്മൾ ആ ഫ്രണ്ടും ബാക്കും വെട്ടിക്കഴിഞ്ഞു. ബാക്ക് അതുപോലെ തന്നെ എടുത്ത് വെട്ടിയാൽ മതിയേ. എന്നിട്ട് കൈ വെട്ടാനായിട്ട് നമുക്ക് കൈയുടെ വണ്ണം എത്രയാണെന്ന് ഇങ്ങനെ മെഷർ, ഒരു 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ ടേപ്പ് വെച്ച് മെഷർ ചെയ്ത് നമ്മളെടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കൈ വെട്ടുമ്പോൾ കൈക്കുഴി വെട്ടുന്ന അളവ്, കൈയുടെ വണ്ണമൊക്കെ എത്ര വേണമെന്ന് നമുക്കതിനകത്തുനിന്ന് മനസ്സിലാകും. അതിനനുസരിച്ച് നമ്മൾ കൈ വെട്ടിയെടുത്താൽ മതി. ഓക്കെ. അപ്പം ബാക്കി ഇത്രയും നമുക്ക് ഭാഗങ്ങളുള്ളൂ. അപ്പം ഒരു കൈ ഫുള്ളായിട്ട് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, കൈ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ വെറുതെ ജോയിൻ ചെയ്ത് നമ്മൾ തയ്ച്ചാൽ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനൊരു ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ചാനൽ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനങ്ങനെ വെട്ടിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. കൈ വെട്ടുന്നതിനകത്ത് കാണിക്കുന്നില്ല, ഒത്തിരി ലെന്തി ആയി പോകുന്ന വീഡിയോ. ഞാൻ എത്ര ശ്രമിച്ചാലും ഒരു 10 മിനിറ്റിനുള്ളിൽ വീഡിയോ തീർക്കാൻ പറ്റണില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.